ഹായ് ഓൾ, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേട്ടറ്റ് സയൻസ് ആൻഡ് EVS എക്സാമിന് വേണ്ടിയിട്ട് കാറ്റഗറി 1 and 2 സയൻസ് ആൻഡ് EVS എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഗാ റിവിഷൻ ആണ് ടോസ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ്സിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ട് പോവുക. എന്തായാലും ഇതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാമിന് ഉണ്ടായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഏറ്റവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ഒരു മെഗാ റിവിഷനിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം SCERT ബേസ്ഡ് ആയിട്ടുള്ള ഫാക്റ്റുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു നല്ല എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്കറിയാം ബീജാങ്കുരണം എന്താണെന്ന് അറിയാം അല്ലെ, ജെർമിനേഷൻ ഓഫ് സീഡ്സ്. നമ്മുടെ സിലബസ് തുടങ്ങുന്ന തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ്. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് ബീജാങ്കുരണം? എന്താണ്? അനുകൂല സാഹചര്യങ്ങൾ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് എന്ത്? ബീജാങ്കുരണം എന്ന് പറയുന്നത്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇവിടെയൊക്കെയാണ്. റാഡിക്കല്, പ്ലുമ്യൂളൊക്കെ നോക്കുക. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ബീജമൂലമാണ്. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന എന്താണ്? ബീജമൂലം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ എക്സാം എഴുതുന്നവർക്ക് റാഡിക്കിൾ. ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു. കണ്ടോ, വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന എന്താണ്? ബീജമൂലമാണ് അല്ലെ. അത് ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു. ഇനി ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം എന്ന് പറയുന്നത്. അതും മുമ്പ് ചോദിച്ചിട്ടുണ്ട്. മുകളിലേക്ക് വളരുന്ന ശീർഷം. അപ്പൊ എങ്ങനെ ഓർത്തിരിക്കുക? ശീർഷം എന്ന് വെച്ചാൽ തലയാണ് അല്ലെ. അപ്പൊ മുകളിലേക്ക് വളരുന്നു അല്ലെ. പിന്നെ എന്തിനും ആദ്യം വേര് വേണം. അപ്പൊ ആദ്യം മുളയ്ക്കുന്ന എന്താണ്? ബീജമൂലം. നോക്കിയ മൂലം എന്ന് പറയുമ്പോൾ ആ ബേസ്, അതായത് വേര്, അങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ബീജശീർഷം വളർന്ന് കാണ്ഡമാകുന്നു, സ്റ്റെം ആയിട്ട് മാറുന്നു അല്ലെ. അതേപോലെ ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുമ്പോൾ, ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുമ്പോൾ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ഏത് ആഹാരമാണ്? ബീജപത്രത്തിലെ, കോട്ടിലിഡൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അപ്പൊ ഇല ആണ് പൊതുവെ ആഹാരം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇല ഉണ്ടാകുന്നതിന് മുന്നം എന്തായിരിക്കും? ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നിങ്ങൾക്കറിയാം വിത്ത് വിതരണം പല രീതിയിലാണ്. കാറ്റ് വഴി, ജലം വഴി, ജന്തുക്കൾ വഴി, പൊട്ടിത്തെറിച്ചൊക്കെയാണ്. അപ്പൊ അതിന് ഉദാഹരണങ്ങൾ നോക്കി വെക്കുക, എക്സാമിന് ചോദിക്കും. മുമ്പ് ചോദിച്ചിട്ടുണ്ട് എന്താണ്? ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്, ഇതൊക്കെ എങ്ങനെയാണ്? ജന്തുക്കൾ വഴിയാണ് കേട്ടോ. ഇനി അപ്പൂപ്പൻ താടി, മഹാഗണിയൊക്കെ കാറ്റ് വഴിയാണ്. ജലം, തെങ്ങ്, പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന വെണ്ട, കാശിത്തുമ്പ എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി ജൈവ കണങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാസ്റ്റിഡുകൾ എന്ന് പറയും. അപ്പം പ്രധാനമായിട്ടും നമുക്കുള്ള ജൈവ കണങ്ങൾ: ഹരിതകണം, ക്ലോറോപ്ലാസ്റ്റ്; ശ്വേതകണം, ല്യൂക്കോപ്ലാസ്റ്റ്; വർണ്ണകണം അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയും. സോ ഹരിതകണം എന്താണ്? ക്ലോറോപ്ലാസ്റ്റ്. എന്തിനു സഹായിക്കുന്നു? പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ശ്വേതകരണം, ല്യൂക്കോപ്ലാസ്റ്റ്. നിറമുണ്ടോ? ഇല്ല അല്ലെ. ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്നതാണ്. കൂടെ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക, നിറമില്ല. ഓക്കെ, നിറമില്ലാത്തതാണ് ശ്വേതകണം. ക്രോമോപ്ലാസ്റ്റ്, വർണ്ണകം. അപ്പൊ ഈ വർണ്ണകങ്ങൾ പലതരത്തിലുണ്ട്. സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ. സാന്തോഫിൽ എന്ന് വെച്ചാൽ മഞ്ഞ നിറം കൊടുക്കുന്നു. കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം കൊടുക്കുന്നു. ആന്തോസയാനിൻ ചുമന്ന പർപ്പിൾ നിറം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പാകമാകുന്നതിനനുസരിച്ച് ഹരിത കണങ്ങൾ വർണ്ണകങ്ങളായിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജൈവ കണങ്ങള്, അതേപോലെ പിഗ്മെന്റുകൾ ഓരോന്ന്. സാന്തോഫിൽ ഏത് നിറം? മഞ്ഞ. കരോട്ടിൻ ഏത് നിറം? മഞ്ഞ കലർന്ന ഓറഞ്ച്. ക്യാരറ്റിലൊക്കെ കൂടുതലുള്ളത് കരോട്ടിൻ ആണ്. ആന്തോസയാനിൻ ചുമന്ന പർപ്പിൾ നിറം കൊടുക്കുന്നു. ഇനി അടുത്ത വേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടൽ ചെടി അല്ലെ. കണ്ടൽ ചെടി എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? കണ്ടൽ ചെടികൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് എന്ത്? കണ്ടൽ ചെടികൾ. ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോഫോർസ് ഉള്ളത് ഏതിനാണ്? ഈ പറയുന്ന കണ്ടൽ ചെടികൾക്കാണ് കേട്ടോ. അതാണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ വേരിന്റെ അറ്റം
പ്രകാശം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. ആ ഇമേജ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ന്യൂമാറ്റോഫോർസ്, അല്ലെങ്കിൽ ശ്വസന വേരുകൾ എന്ന് വിളിക്കുന്നു. ഇനി നോക്കിയേ, അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് മരച്ചീനി. മരച്ചീനി എന്ന് പറയുന്നത് എന്താണ്? സംഭരണ വേരുകളാണ് കേട്ടോ. സ്റ്റോറേജ് റൂട്ടാണ്. അതായത് വേരിലാണ് മരച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത്. മരച്ചീനി എന്ന് വെച്ചാൽ കപ്പ അല്ലെ, ടപ്പിയോക്ക. അപ്പൊ സംഭരിച്ചു വെക്കുന്നത്, ഇങ്ങനെ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളിലാണ്. അപ്പൊ സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ് മരച്ചീനി. ഇനി നോക്കിക്കേ, അതേസമയം നിങ്ങളോട് ചോദിക്കാം ഉരുളക്കിഴങ്ങ് എന്തിന് ഉദാഹരണമാണ്? എന്താണ്? എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകൾ സംഭരണ വേരുകളാണ്. എന്നാൽ എല്ലാം രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ്. കണ്ടോ? ഉരുളക്കിഴങ്ങ് മണ്ണിനടിയിൽ കാണുന്നു. ഇത്തരം കാണ്ഡങ്ങളാണ് ഭൂകാണ്ഡങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കിഴങ്ങുകളും, ഇപ്പൊ മരച്ചീനി ഒരു കിഴങ്ങാണ് അല്ലെ, പക്ഷെ എല്ലാ കിഴങ്ങുകളും എന്തല്ല? സംഭരണ വേരുകളല്ല. പക്ഷെ അതൊക്കെ എന്താണ്? രൂപാന്തരം പ്രാപിച്ച കാണ്ഡം അല്ലെ, സ്റ്റെം രൂപാന്തരം പ്രാപിച്ച കേസുകൾ ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് എന്ത്? ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളാണോ? അല്ല അല്ലെ. ചിലതൊക്കെ രൂപാന്തരം പ്രാപിച്ച കാണ്ഡമായിരിക്കും, സ്റ്റെമ്മുകളായിരിക്കും, മോഡിഫൈഡ് സ്റ്റെം ആയിരിക്കും. അപ്പൊ മോഡിഫൈഡ് സ്റ്റെമ്മിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന് എക്സാമ്പിൾ ആണ് എന്ത്? ഭൂകാണ്ഡങ്ങൾ. ഉരുളക്കിഴങ്ങ് അതിന് എക്സാമ്പിൾ ആണ്. ഓർത്തു വെച്ചിരിക്കുക, മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി വർഗസങ്കരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്, മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായിട്ടുള്ള ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? വർഗസങ്കരണം എന്ന് പറയുന്നത്. ഇനി സങ്കര ഇനം തെങ്ങ് മുമ്പ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇത് എടുത്ത് മെൻഷൻ ചെയ്യുന്നത്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ഇത് മൂന്നും തെങ്ങിന്റെ സങ്കര ഇനമാണ് എന്ന് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. അപ്പം നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസിനോടൊക്കെ പറയാറുണ്ട് ഞാൻ, ഇതും കൂടെ പഠിക്കണം. ഏതിനെയൊക്കെ ക്രോസ് ചെയ്തിട്ടാണ്? ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്ക. നിങ്ങൾ ഇപ്പം ഈ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി PSC LDC പോലത്തെ LPUP പോലത്തെ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യണം അല്ലെ. അതിനൊക്കെ മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ചന്ദ്രലക്ഷ ഏതാണ്? ചന്ദ്രശങ്കര ഏതിനെയൊക്കെ ക്രോസ് ചെയ്തതാണ് എന്നൊക്കെ മുമ്പ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ സങ്കര ഇനം നമ്മളോട് ചോദിക്കും പവിത്ര അല്ലെ, ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള അന്നപൂർണ. അന്നപൂർണ എന്ന് പറയുന്നത് എന്തിന്റെ സങ്കരം ഇനമാണ്? എന്തിന്റെയാണ്? നെല്ലാണ്. ഇത് കേട്ടിട്ടും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അതേപോലെ ഇതിൽ ഏതും ചോദിക്കാം. ജ്യോതിക മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ജ്യോതിക എന്താണ്? പയറാണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ തക്കാളിയില് അക്ഷയ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, തക്കാളി. വെണ്ടയില് അനാമിക മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. പച്ചമുളകില് ജ്വാലാമുഖി മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പറ്റുമെങ്കിൽ ഈ പേരുകളെല്ലാം തന്നെ പഠിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് പേര് വേണമെങ്കിലും ചോദിക്കാം, കാരണം ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഏത് പേര് വേണമെങ്കിലും ചോദിച്ച് നിങ്ങളോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മുമ്പ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണൂത്തി, തൃശ്ശൂരാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് ആൻഡ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണം, കാസർഗോഡ്. ഈ ചോദ്യം ധാരാളം തവണ ചോദിച്ചിട്ടുള്ളതാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, അതേപോലെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. ഇത് രണ്ടും ധാരാളം ചോദിച്ചിട്ടുണ്ട്. പിന്നെ മണ്ണൂത്തി സർവകലാശാലയുടെ കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും പൊതുവെ അറിയുന്നതാണ് അല്ലെ. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് നോട്ട് ചെയ്തേക്കാം, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. കൂടാതെ നമ്മുടെ കേട്ടറ്റ് കൂടാതെ PSC പോലത്തെ എക്സാമുകൾക്കും ധാരാളം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇനിയും അത് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇനി അടുത്തതാണ്, ഇത് ഞാൻ പറയണ്ടല്ലോ, പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, എപ്പോഴും എക്സാമുകൾക്ക് ചോദിക്കുന്നതാണ്. സെറികൾച്ചർ എന്താണ്? പട്ടുനൂൽ പുഴുവിന്റെ കൃഷിയാണ്. പിസികൾച്ചർ മത്സ്യം, ഫ്ലോറികൾച്ചർ പൂക്കൾ, എപ്പികൾച്ചർ തേനീച്ച, ക്യൂണികൾച്ചർ മുയൽ. ഇത് ഇത്രയും നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തു പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് എപ്പികൾച്ചറും പിസികൾച്ചറും ഒക്കെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. സെറികൾച്ചറൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ട് തന്നെ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ സെറികൾച്ചർ പട്ടുനൂൽ പുഴു, പിസികൾച്ചർ മത്സ്യം, ഫ്ലോറികൾച്ചർ ഫ്ലവർ, ഫ്ലോറി അല്ലെ പൂക്കൾ, അങ്ങനെ ഓർക്കാം. എപ്പികൾച്ചർ തേനീച്ചയാണ്, ക്യൂണികൾച്ചർ മുയലാണ് കേട്ടോ. അപ്പൊ ക്യൂണികൾച്ചർ, എപ്പികൾച്ചർ, സെറികൾച്ചർ, പിസികൾച്ചർ ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി ചിലപ്പോൾ ചോദിക്കാം ഹോർട്ടികൾച്ചർ. ഹോർട്ടികൾച്ചർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? പച്ചക്കറികളാണ് കേട്ടോ. അങ്ങനെ പല ഇതുണ്ട്, പല കാറ്റഗറി ഉണ്ട്. നിങ്ങൾക്ക് ഇത് എത്ര വേണേലും നിങ്ങൾക്ക് നെറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്താൽ ധാരാളം ആ ഒരു കോമ്പിനേഷൻ കിട്ടും. പക്ഷെ ഏറ്റവും അത്യാവശ്യം നിങ്ങൾ ഏറ്റവും മിനിമൽ ആയിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? അടുത്താണ് ടാക്സോണമി. ടാക്സോണമി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? ടാക്സോണമി എന്ന് പറയുന്നത് നമ്മുടെ കേഡറ്റ് എക്സാമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എക്സാമുകൾക്കും ഓരോ ടോപ്പിക് ഇതിൽ നിന്ന്, ഓരോ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ എന്താണ് ടാക്സോണമി? ഓർഗാനിസത്തിന് അവയുടെ സിമിലാരിറ്റീസും ഡിഫറൻസസിന്റെ ഒക്കെ ബേസിൽ സയന്റിഫിക്കലി ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുകയും നെയിം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ശാഖയാണ് ടാക്സോണമി എന്ന് പറയുന്നത് അല്ലെ? ഇനി കാർലസ് ലിനേഴ്സ് ആണ് ഫാദർ ഓഫ് ടാക്സോണമി. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മുമ്പ് ധാരാളം തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? കാർലസ് ലിനേഴ്സ് ആണ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ആരാണ്? കാർലസ് ലിനേഴ്സ് തന്നെയാണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ആരാണ്? RH വിറ്റാക്കർ. 3 ക്വസ്റ്റ്യൻസ് മുമ്പ് ചോദിച്ചതാണ്. ഇനി 2 കിങ്ഡത്തിൽ ഏതൊക്കെയാ വരുന്നത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പ്ലാന്റ്, അനിമാലിയ. 5 കിങ്ഡത്തിൽ ഏതാണ് വരുന്നത്? മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംജൈ, പ്ലാന്റ്, അനിമാലിയ. ഇനി അമീബ വരുന്നത് ഏതിലാണെന്ന് ഒന്ന് ഓർത്തു വെച്ചേക്കുക. പ്രോട്ടിസ്റ്റയിലാണ് അമീബ വരുന്നത് കേട്ടോ. ബാക്ടീരിയാസ് എല്ലാം മൊനീറ കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ നമ്മൾ ക്ലാസ്സിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഫംജൈ, പ്ലാന്റ്, അനിമ, അങ്ങനെ 5 എണ്ണമാണ്. ഇനി നിങ്ങൾക്കൊരു ടാസ്ക് തരികയാണ്. നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരെ ഉള്ളൂ. നമ്മൾ പൊതുവെ 5 കിങ്ഡം വരെയാണ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ. 6 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 6 കിങ്ഡം അതായത് ബയോളജിയുടെ 8th ക്ലാസ് ബേസിക് സയൻസിൽ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ആരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക, ഏതൊക്കെയാണ് 6 കിങ്ഡം. ഈ 5 കിങ്ഡത്തിൽ നിന്ന് എന്ത് മാറ്റം? നിങ്ങൾക്ക് അറിയാം 2 കിങ്ഡം കഴിഞ്ഞ് ആക്ച്വലി 3 കിങ്ഡം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അഡീഷൻ വന്നാണ് 5 കിങ്ഡം. അപ്പൊ ഇതൊക്കെ പ്രപ്പോസ് ചെയ്ത് ആരാന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പൊ 5 കിങ്ഡത്തിൽ നിന്ന് എന്ത് മാറ്റമാണ് 6 കിങ്ഡം? ഏതാണ് ഒരു എക്സ്ട്രാ കിങ്ഡം വന്നത്? ഈ 5 കിങ്ഡത്തിന്റെ എന്തെങ്കിലും മാറ്റമുണ്ടോ? ആരാണ് പ്രപ്പോസ് ചെയ്ത 6 കിങ്ഡം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം ഈ പറയുന്ന ഒരു ടാക്സോണമിക്കകത്ത് സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം, ഡൊമെയിൻ ആണ് 6 കിങ്ഡത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നോക്കുക, ഏറ്റവും തുടക്കം എവിടെയാണ് തുടങ്ങുന്നത്? സ്പീഷീസിൽ. ബേസിക് ആയിട്ടുള്ളത് സ്പീഷീസ് ആണ്. സ്പീഷീസ് കൂടി ജനസ്, പിന്നെ ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. 6 കിങ്ഡത്തിലാണ് ഡൊമെയിനിന്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി അടുത്തത് വൈറ്റമിൻസ് എന്ന് പറയുന്നത് കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റമിനിൽ വളരെ കുറച്ച് കാര്യം ഷെയർ ചെയ്യാം. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? ഏതാണ്? കൊഴുപ്പ് ശരീരത്തിന് കേടാണ്. വൈറ്റമിൻ KEDA, കേട എന്ന് ഓർക്കുക. അല്ലെങ്കിൽ അടക്ക് എന്ന് ഓർക്കുക അല്ലെ. കൊഴുപ്പ് കഴിച്ചു നമ്മൾ മരിച്ചു, നമ്മളെ അടക്ക്. അപ്പൊ ആ രീതിയിൽ 2 രീതിയിൽ ആലോചിക്കാം. ഇനി ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ Bയും Cയും ആണ്. ഇതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ആൻഡ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ, ഇതിനെ ബേസ് ചെയ്തിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് പല രീതിയിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താ പറയാ, ആഹാര പദാർത്ഥങ്ങൾ വേവിക്കുമ്പോൾ നഷ്ടമാകുന്നത് ഏതാണ്? വൈറ്റമിൻ C ഒക്കെയാണ് അല്ലെ, കാരണം ജലത്തിൽ ലയിക്കുന്നതാണ്. പിന്നെ അതേപോലെ അങ്ങനെ പല ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം വൈറ്റമിൻസ്, അപ്പൊ ഇവിടെ നിങ്ങൾ എന്തൊക്കെ നോക്കണം? നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യില്ല. വൈറ്റമിനിൽ നിങ്ങൾ നോക്കേണ്ടത് പ്രധാനപ്പെട്ട വൈറ്റമിൻ, അവയുടെ രാസനാമങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ, ഇത്രയും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം.
ഇനി ജീവകങ്ങളും രാസനാമങ്ങളും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എങ്ങനെ ഓർത്തിരിക്കുന്ന? റെത്തറേനി പാബിബഫോസെ അക്കാട്ടോഫി അല്ലെ? റെത്തറേനി പാബിബഫോസൈ അക്കാട്ടോഫി. തുടക്കത്തിലുള്ള ലെറ്റേഴ്സ് കൂട്ടിയിട്ടാണ് നമ്മൾ ആ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ജീവകം എ റെറ്റിനോൾ, ജീവകം B1 തയാമിൻ, ജീവകം B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, ജീവകം B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയനോകോബാലമിൻ, ജീവകം സി ascorbic acid, ജീവകം ഡി കാൽസിഫെറോൾ, ജീവകം ഇ ടോക്കോഫെറോൾ ആൻഡ് ജീവകം കെ ഫിലോക്വിനോൺ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാസനാമങ്ങൾ കേട്ടറ്റിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. റെത്തറേനി പാബിബഫോസൈ അക്കാട്ടോഫി. കണ്ടോ? ആ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ റെത്തറൈനി പാബി ബഫോസൈ, ബഫോസൈ കണ്ടോ? സൈനോകൊബാലിമിന്റെ ആണ് സൈ. അക്കാട്ടോഫി അസ്കോർബിക് ആസിഡ്, കാൽസിഫെറോൾ, ടോക്കോഫെറോൾ ആൻഡ് ഫിലോക്വിനോൺ. ക്ലിയർ ആണല്ലോ? ആ ഒരു കോഡില് ഓർത്തിരിക്കുക. ഇനി ഇത് ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ വേറൊരു കോഡ് ഉണ്ട്, മീൻസ് വേണ്ട, നിങ്ങളിപ്പോ ഇതിൽ ഓർത്തിരുന്നോളൂ. ഓക്കെ. ഇനി രോഗങ്ങളും രോഗകാരികളും. മറ്റേ കോഡ് വേണ്ടവര് നമ്മൾ ടോസ് അക്കാഡമിയുടെ തന്നെ വീഡിയോയിൽ വേറൊരു കോഡും കൂടെ, ഒരു കഥ പോലെ ഓർക്കുന്ന ഒരു കോഡും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജീവകങ്ങൾ എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ നിങ്ങൾ ജസ്റ്റ് അത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അടുത്ത രോഗങ്ങളും രോഗകാരികളും. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, ഷഡ്പദങ്ങൾ. ഓക്കെ. ഇനി അതേപോലെ മന്ത്, മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി, ജപ്പാൻ. നോക്കിയേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാമ്പനി, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ ഒക്കെ വായുവിലൂടെ പകരുന്നതാണ്. ഇനി ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ കോളറ മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കോളറയുടെ കാര്യം, കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, വയറുകടി, പോളിയോ മൈലറ്റസ് എന്നാണ് ജലത്തിലൂടെ പകരുന്നു. സമ്പർക്കത്തിലൂടെ പകരുന്ന കുഷ്ഠം, എബോളയും, അതേപോലെ ലൈംഗിക സമ്പർക്കത്തിലൂടെ ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ്. ഷഡ്പദങ്ങൾ മന്ത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം കേട്ടോ. മന്ത് ക്യൂലസ് പെൺകൊതുകുകളാണ്. മലേറിയ അനോഫിലസ് പെൺകൊതുകുകൾ. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്തി, ചിക്കൻ ഗുനിയ ഈഡിസ് ഈജിപ്തി, മഞ്ഞപ്പനി ഈഡിസ് ഈജിപ്തി. ഓക്കെ. അപ്പം കൊതുക് പരത്തുന്നത് തന്നെയാണ് ജപ്പാൻ ജ്വരം എന്ന് പറയുന്ന അസുഖവും. ഓക്കെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. ഇതൊക്കെ കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് കേട്ടോ. ഇത് സ്പെഷ്യലൈസ്ഡ് ആ കൊതുകിന്റെ പേരുകളുണ്ട്, അപ്പൊ അതും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. സോ ആദ്യം തന്നെ നമുക്ക് കെമിസ്ട്രിയിലെ ടോപ്പിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് ആറ്റം. എന്താണ് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതേ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം അല്ലെ? ആറ്റം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അല്ലെ? അപ്പൊ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആറ്റോമിക സിദ്ധാന്തം. ഇപ്പൊ ചോദിക്കാം, ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺ ഡാൾട്ടൺ. ഇനി ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിന്റെ മാതൃക തയ്യാറാക്കിയത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് അല്ലെ? അദ്ദേഹം തയ്യാറാക്കിയ മാതൃകയ്ക്ക് ഒരു പേരുണ്ട്. എന്താണ്? പ്ലാനിറ്ററി മോഡൽ, സൗരയൂഥ മോഡൽ ഓഫ് ആറ്റം. ആരാണ് പ്രപ്പോസ് ചെയ്തത്? ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് അല്ലെ? ഇനി ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചാണ് നീൽസ് ബോർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അറിയാം, ഒരാറ്റത്തിൽ പ്രധാനമായും 3 കണികകളാണുള്ളത്: പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ. മുമ്പ് ചോദിച്ച ചോദ്യമാണ്, ആറ്റത്തില് ചാർജ് ഇല്ലാത്ത കണിക ഏതാണ്? ന്യൂട്രോൺ ആണ് ഒരാറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണിക എന്ന് പറയുന്നത്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്. മാസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ?
ഇനി ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നതാണ് ആറ്റോമിക നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ഇപ്പൊ ഒരു എലമെന്റ് ഉണ്ട് എക്സ് ഇസഡ് എ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് എന്ത് ആറ്റോമിക നമ്പർ അല്ലെ. ഒരാറ്റത്തിന്റെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് മാസ് നമ്പർ അല്ലെ. എ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ തുക പ്ലസ് ന്യൂട്രോണിന്റെ തുകയാണ് അല്ലെ. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം നമ്മളപ്പോ എങ്ങനെ കണ്ടുപിടിക്കും? മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പർ അറിയാമല്ലോ. അടുത്തത് ആവർത്തന പട്ടിക അല്ലെ. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയുന്നത് ദിമിത്രി മെന്റലീവ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണെങ്കിലോ ഹെൻറി മോസ്ലി. ക്ലിയർ ആണല്ലോ. ആവർത്തന പട്ടികയുടെ പിതാവ് മെന്റലീവ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് ഹെൻറി മോസ്ലി. ആവർത്തന പട്ടികയിലെ സമാന്തരമായിട്ടുള്ള കോളങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പിരീഡ് എന്ന് പറയും. ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെയാണ് കോളങ്ങൾ എന്തുണ്ടാവുക. അപ്പോ പിരീഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ പോകുന്നതിന് പിരീഡ് എന്നും താഴേക്ക് വരുന്നതിന് ഗ്രൂപ്പുകൾ എന്നും വിളിക്കും. ആവർത്തന പട്ടികയിലെ സമാന്തരമായിട്ടുള്ള കോളങ്ങൾ പിരീഡുകളും ആവർത്തന പട്ടികയിലെ കുത്തനെയുള്ള കോളങ്ങളെ നമ്മൾ ഗ്രൂപ്പുകൾ എന്നും വിളിക്കും. ആവർത്തന പട്ടികയിലെ 7 പിരീഡുകളുണ്ട്. നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. എത്ര ഗ്രൂപ്പുകളുണ്ട്? 18 ഗ്രൂപ്പുകളുണ്ട്. 1, 2 പിന്നെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളെയാണ് നമ്മൾ പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നിങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരിക എന്നുള്ളതല്ല ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെട്ടെന്ന് നിങ്ങളുടെ മെമ്മറിയിലേക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇനി ലോഹങ്ങളും അയിരുകളും ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്, അയൺ, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഉണ്ടാവാം, കോപ്പർ പൈറൈറ്റ്സ് ആൻഡ് കുപ്രൈറ്റ്, സിങ്ക് ബ്ലെൻഡ്, കലാമിൻ ഒക്കെയാണ് വരുന്നത്. ഓക്കെ, ഇനി പ്രവൃത്തി അല്ലെ, വർക്ക്. എന്താണ് പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ് പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് ജൂള്. പവർ ആണെങ്കിലോ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി ആണ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പവറിന്റെ യൂണിറ്റ് വാട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പവറിന്റെ വ്യാവസായിക യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കുതിരശക്തി. ഒരു കുതിരശക്തി 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 746 വാട്ട് ആണ് കേട്ടോ. ഇതൊക്കെ എക്സാമിന് ചോദിക്കും. ഇനി താപം, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേഷണം എന്ന് പറയുന്നത് അല്ലെ. താപപ്രേഷണം 3 രീതിയിലാണ്: ചാലനം, സംവഹനം, വികിരണം. അപ്പൊ നിങ്ങൾ ഈ 3 എണ്ണവും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. ഈ 3 എണ്ണത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. മീഡിയം ആവശ്യമുള്ളത്, കണികകൾ മൂവ് ചെയ്യുന്ന, മീഡിയം ആവശ്യമില്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഏതാണെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയുന്നില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ചാലനം, സംവഹനം, വികിരണം 3ന്റെയും പ്രത്യേകതകൾ കണ്ടുപിടിക്കുക. അതെന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറമാണ് കറുപ്പ്. ഏറ്റവും കുറച്ച് താപം ആഗിരണം ചെയ്യുന്ന നിറമാണ് വെള്ള. ഓക്കെ, അതുകൊണ്ടാണ് ചൂട് കാലത്ത് നമ്മൾ ഡാർക്ക് കളറുകൾ, കറുപ്പ് പോലുള്ള കളറുകൾ ഡ്രസ്സുകൾ ധരിക്കരുതെന്ന് പറയാം. കാരണം കൂടുതൽ ചൂട് അത് അട്രാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് കൂടുതൽ ചൂടാവും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ക്ലിയർ ആണോ? അടുത്ത ചലന നിയമങ്ങൾ അല്ലെ. ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൻ. 1ാം ചലന നിയമം എന്താണ്? സന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഏതൊരു വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നു അല്ലെ. എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഈസ് ഫോഴ്സ് അൺലെസ് ദർ ഇസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെ. ഇനി 2ാം ചലന നിയമം എന്താണ്? ഒരു വസ്തുവിനുണ്ടാകുന്ന വ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന സന്തുലിത ആക്ക വ്യത്യാസത്തിന്റെ നിരക്കാണ് കേട്ടോ. ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലും ആക്ക വ്യത്യാസം സന്തുലിത ബാഹ്യബലത്തിന്റെ ദിശയിലും ആയിരിക്കും. ഓക്കെ, ഇനി 3ാം ചലന നിയമം. ഏതൊരു പ്രവർത്തനത്തിലും തുല്യമായ വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കില്ല. എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലെ. ഇനി ചലന സമവാക്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. V is equal to u plus at. V എന്താണ്? ഫൈനൽ വെലോസിറ്റി, u ഇനീഷ്യൽ വെലോസിറ്റി, a is acceleration and t is a time അല്ലെ. 2ാം ചലന സമവാക്യം S ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ S is equal to ut plus half at square. 3ാം ചലന സമവാക്യം v square equal to u square plus 2as. 3 ചലന സമവാക്യങ്ങളും പഠിക്കണം. ഈ പ്രോബ്ലംസ് ചിലപ്പം ചോദിക്കാം. ഓക്കെ, അടുത്തതാണ് ബീജാങ്കുരണം എന്ന് പറയുന്നത്. ബീജാങ്കുരണം എന്ന് പറയുമ്പോൾ എന്താണ്? ജെർമിനേഷൻ ഓഫ് സീഡ്സ് അല്ലെ.
നോക്കിയേ എന്താണ് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഭാഗം ഇവിടെയാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ. ബീജമൂലം മണ്ണിലേക്ക് വളർന്ന വേര്. അപ്പൊ വേരാകുന്ന എന്താണ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കല്. ഇനി ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്നതാണ് ബീജശീർഷം അല്ലെ. ശീർഷം എന്ന് വെച്ചാൽ തലയാണെന്ന് അറിയാലോ, അപ്പൊ അത് വെച്ച് ഓർക്കുക. പ്ലിമ്യൂൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം കേട്ടോ. ബീജശീർഷമാണ് വളർന്ന് പിന്നീട് സ്റ്റെം അല്ലെങ്കിൽ കാണ്ഡമായിട്ട് മാറുന്നത്. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാവുന്നവരെ ബീജപത്രത്തിലെ കോട്ടയിലിടലിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഇല പാകം ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് മുന്നും എവിടെ നിന്നാണ് ആഹാരം എടുക്കുന്നത്? ബീജപത്രത്തിൽ നിന്ന്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. വിത്ത് വിതരണത്തിന്റെ രീതികൾ: കാറ്റ് വഴി അപ്പൂപ്പൻ താടി, മഹാഗണി; ജലം വഴി തെങ്ങ്; ജന്തുക്കൾ വഴിയാണ് ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്; പൊട്ടിത്തെറിച്ചാണ് വെണ്ട, കാശിത്തുമ്പ എന്നിവ ഉണ്ടാകുന്നത്. ഓക്കെ. ഇനി ജൈവ കണങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാസ്റ്റിഡുകൾ എന്ന് പറയും. അപ്പം പ്രധാനമായിട്ടും നമുക്കുള്ള ജൈവ കണങ്ങൾ: ഹരിതകണം ക്ലോറോപ്ലാസ്റ്റ്, ശ്വേതകണം ല്യൂക്കോപ്ലാസ്റ്റ്, വർണ്ണകണം അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയും. സോ ഹരിതകണം എന്താണ്? ക്ലോറോപ്ലാസ്റ്റ്. എന്തിനു സഹായിക്കുന്നു? പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ശ്വേതകരണം ല്യൂക്കോപ്ലാസ്റ്റ്. നിറമുണ്ടോ? ഇല്ല അല്ലെ. ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്നതാണ്. കൂടെ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക, നിറമില്ല. ഓക്കെ, നിറമില്ലാത്തതാണ് ശ്വേതകണം. ക്രോമോപ്ലാസ്റ്റ് വർണ്ണകം. അപ്പൊ ഈ വർണ്ണകങ്ങൾ പലതരത്തിലുണ്ട്. സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ. സാന്തോഫിൽ എന്ന് വെച്ചാൽ മഞ്ഞ നിറം കൊടുക്കുന്നു. കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം കൊടുക്കുന്നു. ആന്തോസയാനിൻ ചുമന്ന പർപ്പിൾ നിറം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പാകമാകുന്നതിനനുസരിച്ച് ഹരിതകണങ്ങൾ വർണ്ണകങ്ങളായിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജൈവ കണങ്ങള്, അതേപോലെ പിഗ്മെന്റുകൾ ഓരോന്ന്. സാന്തോഫിൽ ഏത് നിറം? മഞ്ഞ. കരോട്ടിൻ ഏത് നിറം? മഞ്ഞ കലർന്ന ഓറഞ്ച്. ക്യാരറ്റിലൊക്കെ കൂടുതലുള്ളത് കരോട്ടിൻ ആണ്. ആന്തോസയാനിൻ ചുമന്ന പർപ്പിൾ നിറം കൊടുക്കുന്നു. ഇനി അടുത്ത വേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടൽ ചെടി അല്ലെ. കണ്ടൽ ചെടി എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? കണ്ടൽ ചെടികൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് എന്ത്? കണ്ടൽ ചെടികൾ. ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോഫോർസ് ഉള്ളത് ഏതിനാണ്? ഈ പറയുന്ന കണ്ടൽ ചെടികൾക്കാണ് കേട്ടോ. അതാണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. ആ ഇമേജ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ന്യൂമാറ്റോഫോർസ്, അല്ലെങ്കിൽ ശ്വസന വേരുകൾ എന്ന് വിളിക്കുന്നു. ഇനി നോക്കിയേ, അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് മരച്ചീനി. മരച്ചീനി എന്ന് പറയുന്നത് എന്താണ്? സംഭരണ വേരുകളാണ് കേട്ടോ. സ്റ്റോറേജ് റൂട്ടാണ്. അതായത് വേരിലാണ് മരച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത്. മരച്ചീനി എന്ന് വെച്ചാൽ കപ്പ അല്ലെ, ടപ്പിയോക്ക. അപ്പൊ സംഭരിച്ചു വെക്കുന്നത്, ഇങ്ങനെ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളിലാണ്. അപ്പൊ സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ് മരച്ചീനി. ഇനി നോക്കിക്കേ, അതേസമയം നിങ്ങളോട് ചോദിക്കാം ഉരുളക്കിഴങ്ങ് എന്തിന് ഉദാഹരണമാണ്? എന്താണ്? എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളാണ്. എന്നാൽ എല്ലാം രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ്. കണ്ടോ? ഉരുളക്കിഴങ്ങ് മണ്ണിനടിയിൽ കാണുന്നു. ഇത്തരം കാണ്ഡങ്ങളാണ് ഭൂകാണ്ഡങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കിഴങ്ങുകളും, ഇപ്പൊ മരച്ചീനി ഒരു കിഴങ്ങാണ് അല്ലെ, പക്ഷെ എല്ലാ കിഴങ്ങുകളും എന്തല്ല? സംഭരണ വേരുകളല്ല. പക്ഷെ അതൊക്കെ എന്താണ്? രൂപാന്തരം പ്രാപിച്ച കാണ്ഡം അല്ലെ, സ്റ്റെം രൂപാന്തരം പ്രാപിച്ച കേസുകൾ ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് എന്ത്? ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളാണോ? അല്ല അല്ലെ. ചിലതൊക്കെ രൂപാന്തരം പ്രാപിച്ച കാണ്ഡമായിരിക്കും, സ്റ്റെമ്മുകളായിരിക്കും, മോഡിഫൈഡ് സ്റ്റെം ആയിരിക്കും. അപ്പൊ മോഡിഫൈഡ് സ്റ്റെമ്മിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന് എക്സാമ്പിൾ ആണ് എന്ത്? ഭൂകാണ്ഡങ്ങൾ. ഉരുളക്കിഴങ്ങ് അതിന് എക്സാമ്പിൾ ആണ്. ഓർത്തു വെച്ചിരിക്കുക, മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി വർഗസങ്കരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായിട്ടുള്ള ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? വർഗസങ്കരണം എന്ന് പറയുന്നത്. ഇനി സങ്കര ഇനം തെങ്ങ് മുമ്പ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് എടുത്ത് മെൻഷൻ ചെയ്യുന്നത്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ഇത് മൂന്നും തെങ്ങിന്റെ സങ്കര ഇനമാണ് എന്ന് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. അപ്പം
നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസിനോടൊക്കെ പറയാറുണ്ട് ഞാൻ, ഇതും കൂടെ പഠിക്കണം. എന്തിനെയൊക്കെ ക്രോസ് ചെയ്തിട്ടാണ്? ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്ക. നിങ്ങൾ ഇപ്പം ഈ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി PSC LDC പോലത്തെ LDC അല്ല സോറി LPUP പോലത്തെ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യണം അല്ലെ? അതിനൊക്കെ മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ചന്ദ്രലക്ഷ ഏതാണ്, ചന്ദ്രശങ്കര ഏതിനെയൊക്കെ ക്രോസ് ചെയ്തതാണ് എന്നൊക്കെ മുമ്പ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ സങ്കര ഇനം നമ്മളോട് ചോദിക്കും. പവിത്ര അല്ലെ, ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള അന്നപൂർണ. അന്നപൂർണ എന്ന് പറയുന്നത് എന്തിന്റെ സങ്കരം ഇനമാണ്? എന്തിന്റെയാണ്? നെല്ലാണ്. ഇത് കേട്ടിട്ടും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അതേപോലെ ഇതിൽ ഏതും ചോദിക്കാം. ജ്യോതിക മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ജ്യോതിക എന്താണ്? പയറാണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ തക്കാളിയില് അക്ഷയ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, തക്കാളി. വെണ്ടയില് അനാമിക മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. പച്ചമുളകില് ജ്വാലാമുഖി മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പറ്റുമെങ്കിൽ ഈ പേരുകളെല്ലാം തന്നെ പഠിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് പേര് വേണമെങ്കിലും ചോദിക്കാം, കാരണം ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഏത് പേര് വേണമെങ്കിലും ചോദിച്ച് നിങ്ങളോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മുമ്പ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണൂത്തി, തൃശ്ശൂരാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് ആൻഡ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണം, കാസർഗോഡ്. ഈ ചോദ്യം ധാരാളം തവണ ചോദിച്ചിട്ടുള്ളതാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, അതേപോലെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. ഇത് രണ്ടും ധാരാളം ചോദിച്ചിട്ടുണ്ട്. പിന്നെ മണ്ണൂത്തി സർവകലാശാലയുടെ കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും പൊതുവെ അറിയുന്നതാണ് അല്ലെ? അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് നോട്ട് ചെയ്തേക്കാം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. കൂടാതെ നമ്മുടെ കേട്ടറ്റ് കൂടാതെ PSC പോലത്തെ എക്സാമുകൾക്കും ധാരാളം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇനിയും അത് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ്. ഇത് ഞാൻ പറയണ്ടല്ലോ, പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, എപ്പോഴും എക്സാമുകൾക്ക് ചോദിക്കുന്നതാണ്. സെറികൾച്ചർ എന്താണ്? പട്ടുനൂൽ പുഴുവിന്റെ കൃഷിയാണ്. പിസികൾച്ചർ മത്സ്യം. ഫ്ലോറികൾച്ചർ പൂക്കൾ. എപ്പികൾച്ചർ തേനീച്ച. ക്യൂണികൾച്ചർ മുയൽ. ഇത് ഇത്രയും നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തു പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് എപ്പികൾച്ചറും പിസികൾച്ചറും ഒക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ള, സെറികൾച്ചറൊക്കെ മുമ്പ് കേട്ടറ്റിന്റെ തന്നെ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ സെറികൾച്ചർ പട്ടുനൂൽ പുഴു, പിസികൾച്ചർ മത്സ്യം, ഫ്ലോറികൾച്ചർ ഫ്ലവർ, ഫ്ലോറി അല്ലെ പൂക്കൾ, അങ്ങനെ ഓർക്കാം. എപ്പികൾച്ചർ തേനീച്ചയാണ്. ക്യൂണികൾച്ചർ മുയലാണ് കേട്ടോ. അപ്പൊ ക്യൂണികൾച്ചർ, എപ്പികൾച്ചർ, സെറികൾച്ചർ, പിസികൾച്ചർ ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി ചിലപ്പോൾ ചോദിക്കാം ഹോർട്ടികൾച്ചർ. ഹോർട്ടികൾച്ചർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? പച്ചക്കറികളാണ് കേട്ടോ. അങ്ങനെ പല ഇതുണ്ട്, പല കാറ്റഗറി ഉണ്ട്. നിങ്ങൾക്ക് ഇത് എത്ര വേണേലും നിങ്ങൾക്ക് നെറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്താൽ ധാരാളം ആ ഒരു കോമ്പിനേഷൻ കിട്ടും. പക്ഷെ ഏറ്റവും അത്യാവശ്യം നിങ്ങൾ ഏറ്റവും മിനിമൽ ആയിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? അടുത്താണ് ടാക്സോണമി. ടാക്സോണമി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? ടാക്സോണമി എന്ന് പറയുന്നത് നമ്മുടെ കേഡറ്റ് എക്സാമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എക്സാമുകൾക്കും ഓരോ ടോപ്പിക് ഇതിൽ നിന്ന്, ഓരോ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ എന്താണ് ടാക്സോണമി? ഓർഗാനിസത്തിന് അവയുടെ സിമിലാരിറ്റീസും ഡിഫറൻസസിന്റെ ഒക്കെ ബേസിൽ സയന്റിഫിക്കലി ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുകയും നെയിം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ശാഖയാണ് ടാക്സോണമി എന്ന് പറയുന്നത് അല്ലെ? ഇനി കാർലസ് ലിനേഴ്സ് ആണ് ഫാദർ ഓഫ് ടാക്സോണമി. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മുമ്പ് ധാരാളം തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? കാർലസ് ലിനേഴ്സ് ആണ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ആരാണ്? കാർലസ് ലിനേഴ്സ് തന്നെയാണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ആരാണ്? RH വിറ്റാക്കർ. 3 ക്വസ്റ്റ്യൻസ് മുമ്പ് ചോദിച്ചതാണ്. ഇനി 2 കിങ്ഡത്തിൽ ഏതൊക്കെയാ വരുന്നത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പ്ലാന്റ്, അനിമാലിയ. 5 കിങ്ഡത്തിൽ ഏതാണ് വരുന്നത്? മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമാലിയ. ഇനി അമീബ വരുന്നത് ഏതിലാണെന്ന് ഒന്ന് ഓർത്തു വെച്ചേക്കുക. പ്രോട്ടിസ്റ്റയിലാണ് അമീബ വരുന്നത് കേട്ടോ. ബാക്ടീരിയാസ് എല്ലാം മൊനീറ കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ നമ്മൾ ക്ലാസ്സിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, ഇനി ഫഞ്ചായി, പ്ലാന്റ്, ആനിമൽ, അങ്ങനെ 5 എണ്ണമാണ്. ഇനി നിങ്ങൾക്കൊരു ടാസ്ക് തരികയാണ്. നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരെ ഉള്ളൂ. നമ്മൾ പൊതുവെ 5 കിങ്ഡം വരെയാണ്. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 6 കിങ്ഡം, അതായത് ബയോളജിയുടെ 8th ക്ലാസ് ബേസിക് സയൻസിൽ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ആരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക, ഏതൊക്കെയാണ് 6 കിങ്ഡം. ഈ 5 കിങ്ഡത്തിൽ നിന്ന് എന്ത് മാറ്റം, നിങ്ങൾക്ക് അറിയാം 2 കിങ്ഡം കഴിഞ്ഞ് ആക്ച്വലി 3 കിങ്ഡം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അഡീഷൻ വന്നാണ് 5 കിങ്ഡം. അപ്പൊ ഇതൊക്കെ പ്രപ്പോസ് ചെയ്ത് ആരാന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പൊ 5 കിങ്ഡത്തിൽ നിന്ന് എന്ത് മാറ്റമാണ് 6 കിങ്ഡം, ഏതാണ് ഒരു എക്സ്ട്രാ കിങ്ഡം വന്നത്, ഈ 5 കിങ്ഡത്തിന്റെ എന്തെങ്കിലും മാറ്റമുണ്ടോ, ആരാണ് പ്രപ്പോസ് ചെയ്ത 6 കിങ്ഡം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം ഈ പറയുന്ന ഒരു ടാക്സോണമിക്കകത്ത് സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം, ഡൊമെയിൻ ആണ് 6 കിങ്ഡത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നോക്കുക, ഏറ്റവും തുടക്കം എവിടെയാണ് തുടങ്ങുന്നത്, സ്പീഷീസിൽ. ബേസിക് ആയിട്ടുള്ളത് സ്പീഷീസ് ആണ്. സ്പീഷീസ് കൂടി ജനസ്, പിന്നെ ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. 6 കിങ്ഡത്തിലാണ് ഡൊമെയിനിന്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി അടുത്തത് വൈറ്റമിൻസ് എന്ന് പറയുന്നത് കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റമിനിൽ വളരെ കുറച്ച് കാര്യം ഷെയർ ചെയ്യാം. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്, ഏതാണ് കൊഴുപ്പ് ശരീരത്തിന് കേടാണ്, വൈറ്റമിൻ കെ, ഇ, ഡി, എ, കേട എന്ന് ഓർക്കുക, അല്ലെങ്കിൽ അടക്ക് എന്ന് ഓർക്കുക, അല്ലെ, കൊഴുപ്പ് കഴിച്ചു നമ്മൾ മരിച്ചു, നമ്മളെ അടക്ക്. അപ്പൊ ആ രീതിയിൽ 2 രീതിയിൽ ആലോചിക്കാം. ഇനി ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ബിയും സിയുമാണ്. ഇതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ആൻഡ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ, ഇതിനെ ബേസ് ചെയ്തിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് പല രീതിയിലാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം എന്താ പറയാ, ആഹാര പദാർത്ഥങ്ങൾ വേവിക്കുമ്പോൾ നഷ്ടമാകുന്നത് ഏതാണ്, വൈറ്റമിൻ സി ഒക്കെയാണ് അല്ലെ, കാരണം ജലത്തിൽ ലയിക്കുന്നതാണ്. പിന്നെ അതേപോലെ അങ്ങനെ പല ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം വൈറ്റമിൻസ്, അപ്പൊ ഇവിടെ നിങ്ങൾ എന്തൊക്കെ നോക്കണം, നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യില്ല. വൈറ്റമിനിൽ നിങ്ങൾ നോക്കേണ്ടത് പ്രധാനപ്പെട്ട വൈറ്റമിൻ, അവയുടെ രാസനാമങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ, ഇത്രയും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനി ജീവകങ്ങളും രാസനാമങ്ങളും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എങ്ങനെ ഓർത്തിരിക്കുന്ന, റെത്തറേനി പാബിബഫോസെ അക്കാട്ടോഫി, അല്ലെ, റെത്തറേനി പാബിബഫോസൈ അക്കാട്ടോഫി, തുടക്കത്തിലുള്ള ലെറ്റേഴ്സ് കൂട്ടിയിട്ടാണ് നമ്മൾ ആ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ജീവകം എ റെറ്റിനോൾ, ജീവകം B1 തയാമിൻ, ജീവകം B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, ജീവകം B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയനോകോബാലമിൻ, ജീവകം സി ആസ്കോർബിക് ആസിഡ്, ജീവകം ഡി കാൽസിഫെറോൾ, ജീവകം ഇ ടോക്കോഫെറോൾ ആൻഡ് ജീവകം കെ ഫിലോക്വിനോൺ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാസനാമങ്ങൾ കേട്ടറ്റിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. റെത്തറൈനി പാബിബഫോസൈ അക്കാട്ടോഫി, കണ്ടോ, ആ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ റെത്തറൈനി പാബി ബഫോസൈ കണ്ടോ, സൈനോകൊബാലിമിന്റെ ആണ് സൈ. ഇനി അക്കാട്ടോഫി, അസ്കോർബിക് ആസിഡ്, കാൽസിഫെറോൾ, ടോക്കോഫെറോൾ ആൻഡ് ഫിലോക്വിനോൺ. ക്ലിയർ ആണല്ലോ? ആ ഒരു കോഡില് ഓർത്തിരിക്കുക. ഇനി ഇത് ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ വേറൊരു കോഡ് ഉണ്ട്, മീൻസ് വേണ്ട, നിങ്ങളിപ്പോ ഇതിൽ ഓർത്തിരുന്നോളൂ. ഓക്കെ, ഇനി രോഗങ്ങളും രോഗകാരികളും. മറ്റേ കോഡ് വേണ്ടവര് നമ്മൾ ടോസ് അക്കാഡമിയുടെ തന്നെ വീഡിയോയിൽ വേറൊരു കോഡും കൂടെ, ഒരു കഥ പോലെ ഓർക്കുന്ന ഒരു കോഡും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജീവകങ്ങൾ എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ നിങ്ങൾ ജസ്റ്റ് അത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അടുത്ത രോഗങ്ങളും രോഗകാരികളും. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, ഷഡ്പദങ്ങൾ. ഓക്കെ, ഇനി അതേപോലെ മന്ത്, മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി, ജപ്പാൻ. നോക്കിയേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാമ്പനി, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ ഒക്കെ വായുവിലൂടെ പകരുന്നതാണ്. ഇനി ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ
കോളറ മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, കോളറയുടെ കാര്യം. കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, വയറുകടി, പോളിയോ മൈലറ്റസ് എന്നാണ് ജലത്തിലൂടെ പകരുന്നു. സമ്പർക്കത്തിലൂടെ പകരുന്ന കുഷ്ഠം, എബോളയും അതേപോലെ ലൈംഗിക സമ്പർക്കത്തിലൂടെ ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ്. ഷഡ്പദങ്ങൾ, മന്ത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം കേട്ടോ. മന്ത്, ക്യൂലസ് പെൺകൊതുകുകളാണ്. മലേറിയ, അനോഫിലസ് പെൺകൊതുകുകൾ. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി, ഈഡിസ് ഈജിപ്തി, ചിക്കൻ ഗുനിയ, ഈഡിസ് ഈജിപ്തി, മഞ്ഞപ്പനി, ഈഡിസ് ഈജിപ്തി. ഓക്കെ, അപ്പം കൊതുക് പരത്തുന്നത് തന്നെയാണ് ജപ്പാൻ ജ്വരം എന്ന് പറയുന്ന അസുഖവും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. ഇതൊക്കെ കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് കേട്ടോ. ഇത് സ്പെഷ്യലൈസ്ഡ് ആ കൊതുകിന്റെ പേരുകളുണ്ട്, അപ്പൊ അതും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇനി മസ്തിഷ്കം. മസ്തിഷ്കം എന്ന് പറയുമ്പോൾ എന്താണ്? നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം എന്ന് പറയുന്നത്. ഇത് നോക്കുക, സുഷുമ്നയും മസ്തിഷ്കമാണ് അല്ലെ നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, കൺഫ്യൂസിങ് ഫാക്ടുകൾ, നിങ്ങൾക്ക് ഡൗട്ടുകൾ വരാവുന്നതാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഇനി ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണെങ്കിൽ അതാണ് സെറിബ്രം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ ആണെങ്കിൽ മെഡുല്ല ഒബ്ലോങ്ങേറ്റ. അതായത് അനൈച്ഛികം എന്ന് വെച്ചാൽ ഇൻവോളണ്ടറി ആയിട്ടുള്ള, അതായത് ഇപ്പൊ നമ്മൾക്ക് എന്താ പറയാ, തുമ്മണം അല്ലെ, തുമ്മുക, അല്ലെങ്കിൽ റെസ്പിറേഷൻ, ഹാർട്ട് ബീറ്റ് തുടങ്ങിയവയൊക്കെയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഇതിനെ നിയന്ത്രിക്കുന്നതാണ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഇനി ഐച്ഛിക പ്രവർത്തനങ്ങൾ, അതായത് നമ്മൾ കാഴ്ച, കേൾവി അല്ലെ, അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഐച്ഛിക പ്രവർത്തനങ്ങൾ. അതിന് കൺട്രോൾ ചെയ്യുന്നതാണ് സെറിബ്രം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന മെഡുല്ല ഒബ്ലോങ്ങേറ്റ. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് തലാമസ് എന്ന് പറയുന്നത്. ഇനി രക്തപര്യന വ്യവസ്ഥ, ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം. നോക്കിക്കേ, രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ രക്തമുണ്ട്, രക്തക്കുഴലുകളുണ്ട്, ഹൃദയമുണ്ട് അല്ലെ. രക്തത്തെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് രക്തം എന്ന് പറയുന്നത് അല്ലെ. രക്തത്തിന്റെ pH മൂല്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, 7.4. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് 5 മുതൽ 6 ലിറ്റർ വരെയാണ്. രക്തത്തിലെ ഘടകങ്ങൾ പ്ലാസ്മ, രക്തകോശങ്ങൾ തുടങ്ങിയവയാണ്. ശ്വസന വ്യവസ്ഥ, അന്തരീക്ഷ വായുവിലെ ഓക്സിജനെ ശരീരത്തിന് സ്വീകരിക്കാൻ സഹായിക്കുന്നതാണ് എന്ത്? ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്നത്. ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ശ്വാസകോശം. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. മനുഷ്യരിൽ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം കൂടിയാണ് ശ്വാസകോശം. ശ്വാസകോശത്തെ ആവരണം ചെയ്യുന്ന ഇരട്ട സ്ഥലമാണ് പ്ലിയൂറ എന്ന് പറയുന്നത്. ഇതൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ സുഷുമ്നേനെ കവർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? സ്ഥരം എന്നാണ് കേട്ടോ, സ്ഥരം. ഓക്കെ, ബ്രെയിനിനെ അല്ലെങ്കിൽ സുഷുമ്നേനെ കവർ ചെയ്യുന്നതാണ് മെനിഞ്ചസ് എന്ന് പറയും അല്ലെ. ശ്വാസകോശത്തെ ആണെങ്കിൽ പ്ലൂറ അല്ലെ. അതേപോലെ എപ്പോഴും ചോദിക്കുന്നതാണ്, വാക്യൂളിനെ കവർ ചെയ്യുന്നതാണ് എന്ത്? ടോണോപ്ലാസ്റ്റ് അല്ലെ. ഇനി ഹൃദയം, രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. ഹൃദയത്തിന്റെ ധർമ്മം ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുക. മനുഷ്യ ഹൃദയത്തിന്റെ ഏകദേശം വലുപ്പം ഓരോ വ്യക്തിയുടെയും കൈമുഷ്ടിയുടെ വലുപ്പമാണ് അല്ലെ. ഇനി മനുഷ്യ ഹൃദയത്തിന്റെ ഭാരം 250 മുതൽ 300 ഗ്രാം വരെയാണ്. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. കണ്ടോ, ഇവിടെ ഒരു പോയിന്റും കൂടിയുണ്ട്. ഇനി ദഹന വ്യവസ്ഥ, സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം അല്ലെങ്കിൽ ഡൈജഷൻ. ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ. ആഗിരണം ചെയ്യപ്പെട്ട ആഹാരം ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാക്കുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പം ഇനി നമ്മുടെ പെഡഗോഗി ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടോപ്പിക്കാണ് അല്ലെ. ഏതെന്ന് പറയുന്നത് നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി. അപ്പൊ ബ്ലൂംസ് ടാക്സോണമിയിൽ എന്തൊക്കെയാണ്? നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ഇനി ബ്ലൂംസ് ടാക്സോണമി റിവൈസ് ചെയ്തപ്പോൾ എന്തൊക്കെ മാറി? ഇവിടെ എല്ലാം നൗണുകളായിരുന്നു അല്ലെ. ആ ടേം എല്ലാം ഇങ്ങോട്ടേക്ക് എന്തായിട്ട് മാറി? വെർബായിട്ട് മാറി അല്ലെ. റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ്. ഇത് ജസ്റ്റ് ഇതെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ എക്സാമിന് ചോദിക്കും ഇതിൽ ഏതാണ് അല്ലെ. ഇപ്പൊ ഒരു 4 ഒക്കെ തന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഈ ടാക്സോണമിയിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ഈ ടാക്സോണമിയിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പേര് തരും. എന്നിട്ട് ഇതിൽ ഇല്ലാത്തത് ഏത് ഡൊമൈൻ ആണ് എന്നൊക്കെ ചോദിക്കാം അല്ലെ. അപ്പൊ ബ്ലൂംസ് ടാക്സോണമി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചിരിക്കുക.
അല്ലെ? ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുമ്പോൾ അതിനകത്ത് നൗൺ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും അല്ലെ? നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ബ്ലൂംസിലേക്ക് വരുമ്പോൾ നൗൺ എല്ലാം വെർബായി കണ്ട ING, റിമെമ്പറിങ്, കോംപ്രിഹെൻഷൻ മാറിയിട്ട് അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ മാറിയിട്ട് അപ്ലൈ, അനാലിസിസ് മാറിയിട്ട് അനലൈസിങ്, സിന്തസിസ് മാറിയിട്ട് അവിടെ ഇവാലുവേഷൻ. കണ്ടോ ഇങ്ങനെ ഒരു മാറ്റം വന്നു. ഇവിടെയാണ് ഇവാലുവേഷൻ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഹയർ ലെവൽ ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ലെവലും കൂടെ ഏതിൽ വന്നു? അപ്പൊ ക്രിയേറ്റിംഗ് എന്ന് പറയുന്ന ലെവലുള്ളത് ഏതിലാണ്? ബ്ലൂംസ് റിവൈസ്ഡ് ടാക്സോണമിയിലാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇവാലുവേഷൻ ഹയർ ലെവൽ ആയിട്ടുള്ള ബ്ലൂംസ് ടാക്സോണമിയിലാണ്. ക്രിയേറ്റിംഗ് ഹയർ ലെവൽ ആയിട്ടുള്ളത് എന്തിലാണ്? ബ്ലൂംസ് റിവൈസ്ഡ് ടാക്സോണമിയിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. അസ്ഥികളുടെയും പല്ലിന്റെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ജീവകം D ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വൈറ്റമിൻസിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ കുറച്ച് പോയിന്റുകളൊക്കെ പഠിക്കാനുണ്ട്. അതെല്ലാം ഓർത്ത് വെച്ചിരിക്കുക. അസ്ഥിയുടെയും പല്ലിന്റെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് ജീവകം D എന്ന് പറയുന്നത് അല്ലെ? ഇനി ജീവകം Dയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ് എന്ന് പറയുന്ന അസുഖം അല്ലെ? കണ അല്ലെങ്കിൽ റിക്കറ്റ് എന്ന് പറയുന്ന അസുഖം അല്ലെ? ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് നോക്കുക കേട്ടോ. ഇനി അതേപോലെ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി. കണ്ണിന് 3 പാളികൾ ഉണ്ട് അല്ലെ? ആ പാളിയിൽ ഏതിലാണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത്? ഏതിലാണ്? റെറ്റിനയിലാണ് അല്ലെ? റെറ്റിനയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം കണ്ണിന്റെ അകത്ത് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഉണ്ട് അല്ലെ? അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണ്? യെല്ലോ സ്പോട്ട് അല്ലെ? യെല്ലോ സ്പോട്ട് അല്ലെ? ഇനി അതേപോലെ തന്നെ ഇതേപോലുള്ള കോശങ്ങൾ ഇല്ലാത്ത സ്പോട്ട് എന്താണ്? ബ്ലൈൻഡ് സ്പോട്ട്. എന്താ പറയാ? ബ്ലൈൻഡ് സ്പോട്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കുകളിൽ. ക്ലിയർ ആണല്ലോ?